ഈ ട്രെയിനിൻ്റെ ഓരോ കോച്ചിൻ്റെ പുറകിൽ GN CC എന്നൊക്കെ എഴുതി വെച്ചില്ലേ, അത് എന്താണെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റുള്ളിൽ ഞാൻ പറഞ്ഞുതരാം. പേജ് ഫോളോ ചെയ്ത് വെച്ചു. GN എന്ന് എഴുതി വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റ് ആണ്. നമുക്ക് കയറിയിട്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാം, ഞെങ്ങി ഞെരങ്ങിയൊക്കെ ഇരുന്ന് പോവാം. രണ്ടാമത്തെയാണ് CC, അതായത് ചെയർ കാർ ആയിരിക്കും, AC ആയിരിക്കും, പക്ഷെ അത്ര കംഫർട്ടബിൾ അല്ലാത്ത സീറ്റിൽ ഇരുന്ന് പോവാം. അടുത്താണ് D1 D2 എന്ന് വെച്ചാൽ സെക്കൻഡ് സിറ്റിംഗ് ആണ്, AC അല്ലാത്ത സീറ്റുകളിൽ ഇരുന്ന് പോവാം. മൂന്നാമത്തേതാണ് EC, AC ആയിരിക്കും, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് സീറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും. അടുത്തതാണ് S1 S2 S3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ് ആണ്, നമുക്ക് കിടന്നു പോകാൻ പറ്റുന്ന ടിക്കറ്റ്. അടുത്തതാണ് B1 B2 B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് AC ആയിരിക്കും, എല്ലാ സൈഡിലും 3 സീറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് കിടന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അടുത്തതാണ് A1 A2 A3, അതായത് സെക്കൻഡ് AC, ഒരു സൈഡിൽ 2 സീറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നു പോകാം. മൂന്നാമത്തതാണ് അതായത് ഫസ്റ്റ് AC HA1 എന്ന് പറയും. അതിനകത്താണെങ്കിൽ നമുക്ക് കൂപ്പെ പോലെ ആയിരിക്കും, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ലക്ഷറി പോലെ ട്രാവൽ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നല്ല ട്രെയിനുകളുണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയാണ്, എല്ലായിടത്തോട്ടും ഓടില്ല. ഇതിലെ ഓരോ അക്ഷരം മാറുന്നതിനനുസരിച്ച് കാശും കൂടും കേട്ടോ. അപ്പോൾ ഇത്ര കാലമായിട്ട് ഇതൊന്നും അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ചങ്കില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ, അയച്ചു കൊടുക്ക്, കാണട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.